ബിജെപി ഇപ്പോ വഖഫ് ബില്ലിന്റെയും മുനമ്പത്തിന്റെയും പേര് പറഞ്ഞ ഇതുണ്ടാക്കുന്നു. ഇനിയിപ്പം ചർച്ച ബില്ല് കൊണ്ടുവരുന്നു പറയാണ്. അപ്പൊ അതെങ്ങനെയാണ് നേരിടുക? ഞങ്ങൾ നേരത്തെ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും വഖഫ് ബില്ലിനെ എതിർത്തത്? അത് ഒരു മതത്തിന്റെ ആചാരത്തിലേക്കും അവരുടെ സംസ്കാരത്തിലേക്കും അവരുടെ സാമൂഹ്യമായ സംവിധാനത്തിലേക്കും നുഴഞ്ഞു കയറാൻ വേണ്ടിയിട്ടുള്ള സംഘപരിവാറിന്റെ ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ്. ഞങ്ങൾ അതിനെ ശക്തിയായി എതിർത്തു. ആ ഭേദഗതികൾ എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ കൺട്രോൾ മുഴുവൻ വഖഫിൽ ഏർപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ട് ചെയ്ത, അതിനെ പല ശക്തികളും മുനമ്പം വിഷയവുമായിട്ട് കൂട്ടിക്കെട്ടാൻ ശ്രമിച്ചു. ഞങ്ങൾ പറഞ്ഞു, മുനമ്പം വിഷയവും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. മുനമ്പത്തെ വിഷയം സംസ്ഥാന സർക്കാരിനും സംസ്ഥാനത്തെ വഖഫ് ബോർഡിനും 10 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന വിഷയം മാത്രമേ ഉള്ളൂ. കേരളത്തിലെ മുഴുവൻ മുസ്ലിം സംഘടനകളും മുഴുവൻ ക്രൈസ്തവ സംഘടനകളും അവരെ അവിടെ നിന്ന് ഇറക്കി വിടരുത്, മുനമ്പത്ത് നിന്ന് ഇറക്കി വിടരുത്, അവർക്ക് അവിടെ ഒരു പെർമനന്റ് ടൈറ്റിൽ കൊടുക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് സംബന്ധിച്ച ഒരു തർക്കവും കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ ഇടയിലുമില്ല, ഒരു മതസംഘടനകളുടെ പേരിലുമില്ല. അതിന്റെ മറവിൽ വഖഫ് ബില്ല് പാസ്സാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി. ഞങ്ങൾ ചോദിക്കുന്നു, ഈ വഖഫ് ബില്ല് പാസ്സാക്കിയത് കൊണ്ട് മുനമ്പത്തെ വിഷയം തീരുമോ? തീരാൻ അതിന് മുൻകാല പ്രാബല്യമില്ലല്ലോ, തീരില്ല. എന്നിട്ടും BJP അത് രാഷ്ട്രീയമായി മുതലെടുപ്പ് നടത്തി ക്രൈസ്തവരെ പ്രീണിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ക്രൈസ്തവരെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് 2 മതങ്ങൾ തമ്മിൽ സംഘർഷം ഉണ്ടാക്കി ആ 2 മതങ്ങളെയും തമ്മിലടിപ്പിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മുതലെടുപ്പ് രാഷ്ട്രീയം നടത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നു. ഞങ്ങൾ അന്നേ പറഞ്ഞു, വഖഫ് ബില്ല് പാസ്സായാൽ അതിന്റെ പുറകെ ചർച്ച ബില്ല് വരും. നിങ്ങൾ എല്ലാം അറിയണം, RSSന്റെ മുഖപത്രമായ ഓർഗനൈസറിന്റെ വെബ് പോർട്ടലിൽ ഇന്നലെ ഒരു വാർത്ത വന്നിട്ടുണ്ട്, ഒരു ലേഖനമാണ്. കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധിക്കണം, നരേന്ദ്രമോദി സർക്കാർ ശ്രദ്ധിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് RSSന്റെ മുഖപത്രത്തിന്റെ വെബ് പോർട്ടലിൽ ലേഖനം. ആ ലേഖനത്തിൽ പറയുന്നത്, ഇന്ത്യയിൽ ഈ രാജ്യത്ത് കേന്ദ്ര സർക്കാർ കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഭൂ ഉടമ, സർക്കാർ ഇതര ഭൂ ഉടമ കാത്തലിക് ചർച്ചാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാത്തലിക് ചർച്ചാണെന്നാണ്. 7 കോടി ഹെക്ടർ സ്ഥലത്തിന്റെ ഉടമയാണ് ഇന്ത്യയിലെ കാത്തലിക് ചർച്ച്. എല്ലാവരും കൂടി 7 കോടി ഹെക്ടർ, അതായത് 17.29 ഏക്കർ, കോടി ഏക്കർ. വെറും 17.29 ഏക്കറല്ല, 17.29 കോടി ഏക്കർ സ്ഥലത്തിന്റെ ഉടമകളാണ് കാത്തലിക് ചർച്ച്. അതുകൊണ്ട് അത് അനധികൃതമായി ബ്രിട്ടീഷുകാരുള്ള കാലത്ത് ലീസ് മേടിച്ച് കൈവശം ക്രൈസ്തവർ വച്ചിരിക്കുന്ന ഭൂമിയാണ്. ആ ഭൂമി തിരിച്ചുപിടിക്കാനുള്ള നടപടികൾ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കണം എന്ന് RSS പറഞ്ഞിരിക്കുക. RSSന്റെ മുഖപത്രത്തിൽ RSSന്റെ അല്ലാതെ അഭിപ്രായം വരുമോ? RSS എന്നാ പറഞ്ഞിരിക്കുന്നത്? ഏപ്രിൽ 3-ാം തീയതി ലോകസഭയിൽ വഖഫ് ബില്ല് പാസാക്കിയ അതേ ദിവസം വഖഫ് ബില്ല് പാസ്സാകും. അത് കഴിഞ്ഞാൽ ഇത് തിരിച്ചുപിടിക്കാൻ ഇന്ത്യയിലെ ക്രൈസ്തവരുടെ കയ്യിലിരിക്കുന്ന 17.29 കോടി ഏക്കർ തിരിച്ചുപിടിക്കാനുള്ള നടപടി സ്വീകരിക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവര് ഈ ക്രൈസ്തവ ദേവാലയങ്ങളിൽ രത്നകിരീടമായി പോകുന്നതിന്റെയും ഈസ്റ്റർ ദിവസം കേക്കുമായി ക്രൈസ്തവ ഭവനങ്ങൾ സന്ദർശിക്കുന്നതിന്റെയും രഹസ്യം മനസ്സിലായല്ലോ. ജബൽപൂരിൽ തൃശൂർ ജില്ലക്കാരനായ ഒരു വൈദികനാണ് ഫാദർ ഡേവിസ് ക്രൂരമായി പോലീസിന്റെ മുമ്പിൽ വെച്ച് ആക്രമിക്കപ്പെട്ടത്. ഈ വഖഫ് ബില്ലിന്റെ പേരിൽ ക്രൈസ്തവരെ പ്രീണിപ്പിക്കാൻ BJP ശ്രമിക്കുമ്പോൾ കഴിഞ്ഞ ദിവസമാണ് മിനിയാന്ന് ഒഡീഷയിൽ ഒരു വൈദികൻ, ക്രൈസ്തവ വൈദികൻ ക്രൂരമായി ആക്രമിക്കപ്പെട്ടത്. ഫാദർ ജോഷി ജോർജ്. ഞാൻ ഇന്നലെ അദ്ദേഹവുമായിട്ട് സംസാരിച്ചിരുന്നു. പള്ളിയിലേക്ക് 100-300 പോലീസ് കയറി വന്നു. നിങ്ങൾ ആരാന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഞാൻ വികാരിയാണെന്ന് പറഞ്ഞു. ഇദ്ദേഹം സഹവികാരിയാണെന്ന് പറഞ്ഞു. അപ്പ അടി തുടങ്ങിയെന്നാണ് അച്ഛൻ എന്നോട് പറഞ്ഞത്. അപ്പ അടി തുടങ്ങി പോലീസ്, ക്രൂരമായി തല്ലി പോലീസ്. സഹവികാരിയെ നിലത്തിട്ട് അദ്ദേഹത്തിന്റെ ഷോൾഡർ ബോൺ ഒടിഞ്ഞിരിക്കുകയാണ്. ഷോൾഡർ ബോൺ, ഈ ചുമലിലെ എല്ലൊടിഞ്ഞിരിക്കുകയാണ്. അച്ഛനാണ് വികാരിയും സഹവികാരിയാണ് എന്ന് അറിഞ്ഞപ്പോ
അപ്പൊ പോലീസ്, ഒഡീഷയിലെ പോലീസ് അടി തുടങ്ങി. അച്ഛൻ എന്നോട് നേരിട്ട് പറഞ്ഞ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ക്രൈസ്തവർക്കെതിരായി ഈ രാജ്യത്തുടനീളം വ്യാപകമായ അക്രമങ്ങളാണ് അഴിച്ചുവിട്ടിരിക്കുന്നത്. എന്നിട്ട് കേരളത്തിൽ വന്ന് ക്രൈസ്തവരെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയാണ് നിലകൊള്ളത് എന്ന് പറയുന്ന ഈ ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളെ തിരിച്ചറിയാൻ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് കഴിയുക തന്നെ ചെയ്യും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഈ ആശാ സമരം സജീവമായി നിൽക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ പുതിയ വാർത്ത വരുന്നത്. കഴിഞ്ഞ റേഡിയോ മീറ്റിംഗിൽ INTUC നേതാവ് R. ചന്ദ്രശേഖരനാണ് പഠന സമിതിയെ വെക്കാനുള്ള നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ആശ്മാർ പറയുന്നത് ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ള ആളുകൾ തങ്ങളെ വഞ്ചിച്ചു എന്നാണ്. തീർച്ചയായിട്ടും കോൺഗ്രസ് പാർട്ടി ആ ആക്ഷേപം ഗൗരവമായി പരിശോധിക്കും, ഉറപ്പായിട്ടും പരിശോധിക്കും. കാരണം അത് ഞങ്ങളുടെ നിലപാടല്ല. കേരളത്തിലെ കോൺഗ്രസിൻ്റെയോ UDFന് അങ്ങനത്തെ ഒരു നിലപാടില്ല. ആശാ സമരത്തിൽ കമ്മീഷൻ വെച്ച് അവസാനിപ്പിക്കണം എന്നുള്ള നിലപാട് ഞങ്ങൾക്കില്ല. ആശാ സമരത്തിന് അവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കണം, അവരുടെ റിട്ടയർമെന്റ് ബെനിഫിറ്റ് കൊടുക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. കേരളത്തിലെ കോൺഗ്രസിന്റെ അഭിപ്രായം അതാണ്, കേരളത്തിലെ UDFന്റെ അഭിപ്രായം അതാണ്. വ്യത്യസ്തമായിട്ടുള്ളൊരു അഭിപ്രായം കോൺഗ്രസ് ആയിട്ടോ UDF ആയിട്ടോ ബന്ധപ്പെട്ട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാർട്ടി ഗൗരവമായിട്ട് പരിശോധിക്കും. അല്ല, ഞാൻ അത്രയല്ലേ പറഞ്ഞുള്ളത്, മതിയല്ല. അത് അങ്ങനെ വെക്കുള്ളല്ല, എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയ ആളിനല്ലേ അങ്ങോട്ട് വെക്കുള്ളൂ. നിങ്ങൾ ഇപ്പോ ഈ ഞാൻ പറഞ്ഞല്ലോ CMK രാഘവൻ ഇവിടെ നടത്തുന്ന ഉപവാസം ഒരു അധ്യാപികയെ ഇവിടെ നിന്ന് മാറ്റാൻ വേണ്ടി മാത്രമല്ല, അത് ഒരു പ്രത്യയശാസ്ത്രത്തെ കുഴിച്ചുമൂടി വേറൊരു പ്രത്യയശാസ്ത്രത്തെ രാജ്യത്തിന്റെ മീതെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ശക്തികൾ കാണിക്കുന്ന വൃത്തികേടുകൾക്കെതിരെ കൂടിയാണ്. ഇതിന്റെയൊക്കെ തുടർച്ചയാണ്, ഈ ഗാന്ധി നിന്ദയുടെയൊക്കെ തുടർച്ചയാണ്. ഒരു ജനാധിപത്യ രാജ്യത്ത് നടക്കാൻ പറ്റുന്ന കാര്യമാണോ? ഒരു സിനിമ എടുത്തതിന്റെ പേരിൽ പ്രൊഡ്യൂസറിനെയും ഡയറക്ടറിനെയും റെയ്ഡ് ചെയ്യുക, അവർക്കെതിരായിട്ട് ഗവൺമെന്റ് ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് അവരെ ആക്രമിക്കുക. അപ്പൊ ഇവിടെ എന്താ ഒന്നും പറയാൻ പാടില്ല, പറഞ്ഞാൽ ജയിലിൽ പോവും. അതുകൊണ്ട് സൂക്ഷിക്കണം. സർക്കാരിനെതിരെ പറയരുത്. കേന്ദ്രത്തിനെതിരായി, കേന്ദ്ര സർക്കാരിനെതിരായി വിമർശിച്ചാൽ ദേശവിരുദ്ധരാണെന്നാണ് പറയുന്നത്. മനസ്സിലായത്? ഹിറ്റ്ലറുടെ കാലത്തുണ്ടായിരുന്ന കാര്യമാണ്, സ്റ്റാലിന്റെ കാലത്തുണ്ടായിരുന്ന കാര്യമാണ്. അതൊന്നും ഇന്ത്യയിൽ നടപ്പാവില്ല. അവിടെയൊക്കെ ഉള്ള BJPക്കാർ തന്നെ BJP ചേർന്ന, അല്ലാതെ പുതിയതായിട്ടൊന്നും ആരും BJP ചേർന്നിട്ടില്ല. അവിടെ ഇതൊക്കെ വെറുതെ ക്യാമ്പയിനല്ലേ, അതൊക്കെ നമുക്കറിയാം. അല്ല, സഭാ നേതൃത്വം അല്ല, അവർക്ക് അറിയാലോ, അവർക്ക് ഇപ്പൊ മനസ്സിലാവുമല്ലോ കാര്യങ്ങൾ. ഞങ്ങൾ മുൻകൂട്ടി പറഞ്ഞല്ലോ വഖഫ് ബില്ലിനും പിന്നാലെ ചർച്ച് ബില്ലും കൂടി വരുന്നുണ്ടെന്ന്. അതിന്റെ വിഷയമാണ് പറഞ്ഞത്. ഞങ്ങൾ അവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവരെ കാര്യങ്ങൾ ഞങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കും. എന്തുകൊണ്ടാണ് ഞങ്ങൾ ഈ നിലപാടെടുത്തതെന്ന് പറയും. ആ നിലപാട് ഉറച്ച നിലപാടാണ്. അത് രാഹുൽ ഗാന്ധിയുടെ നിലപാടാണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നിലപാടാണ്, ഇന്ത്യ മുന്നണിയുടെ നിലപാടാണ്. ഒരു വ്യത്യാസമില്ല. അതിലൊന്നും ഞങ്ങൾ വെള്ളം ചേർക്കില്ല. അത് രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള നിലപാടാണ്. ഉറപ്പായിട്ട് ഞങ്ങൾ മുൻകൂട്ടി പറഞ്ഞല്ലോ, നാളെ ഈ വഖഫ് ബില്ല് വരുന്നത് പോലെ ചർച്ച് ബില്ല് വരുമ്പോഴും ഒരു മതത്തിന്റെ അവകാശങ്ങൾക്ക് നേരെ ആര് കടന്നു കയറിയാലും ഞങ്ങളുണ്ടാവും. പണ്ട് പറഞ്ഞ പോലെ അവര് മറ്റവരെ അയൽക്കാരെ അന്വേഷിച്ച് വന്നപ്പോൾ ഞാൻ മിണ്ടിയില്ല. കാരണം ആ വീട്ടിലാണ് പോലീസ് കയറിയത്. ഇപ്പുറത്തെ വീട്ടിൽ പോലീസ് അന്വേഷിച്ച് വന്നപ്പോൾ ഞാൻ അന്വേഷിച്ചില്ല. കാരണം എന്റെ വീട്ടിലല്ല കയറിയത്. നേരെ അപ്പുറത്തുള്ള, നേരെ മുമ്പിലുള്ള വീട്ടിലും പോലീസ് വന്ന് കയറിയപ്പോഴും ഞാൻ മിണ്ടിയില്ല. കാരണം എന്റെ വീട്ടിലല്ല കയറിയത്. അവസാനം എന്റെ വീട്ടിൽ വന്നപ്പോൾ ചോദിക്കാനും പറയാനും വേറെ ആരും ഉണ്ടായിരുന്നില്ല എന്ന് കേട്ടിട്ടുണ്ടല്ലോ പണ്ട്. എന്ന് പറഞ്ഞ പോലെയാണ്. ഇതൊന്ന് ഇത്തിരി അങ്ങോട്ട് നീക്കാം. ഇനി വേണ്ട. അല്ല, BJPയുടെ മൈലേജ് കൂട്ടിയ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. യഥാർത്ഥ മുഖമാണ് ഞാൻ പറഞ്ഞത്. ക്രൈസ്തവരെ സംരക്ഷിക്കാൻ വേണ്ടി പോകുന്ന BJPയുടെ യഥാർത്ഥ മുഖമാണ് ഞാനിപ്പോ പറഞ്ഞത്. 17.29 കോടി ഏക്കർ.
കേരളത്തിലെ ആളുകൾക്ക് നല്ല ബോധമുള്ള ആളുകളാണ്, അവർക്ക് പെട്ടെന്ന് മനസ്സിലായിക്കോളും. അതുകൊണ്ടാണല്ലോ BJPക്ക് കേരള നിയമസഭയിൽ ഒരു സീറ്റ് പോലും ഇല്ലാത്തത്.